ഹലോ ഗൈസ്, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖല്ലേ? ഞാൻ ഇന്ന് ആദ്യമായിട്ട് പരിപാടി തുടങ്ങാൻ പോവേണ്ടാ കുക്കിംഗ്. പായസം വെച്ചാണ് ചാനലിൽ ഉദ്ഘാടനം ചെയ്യുന്നത്. ഇന്നത്തെ പായസം പാലടയാണ്. പാലടയ്ക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാന്ന് നോക്കാം നമുക്ക്. അട, ഏലക്ക, മുന്തിരി, അണ്ടിപ്പരിപ്പ്, ബദാം. ഈ ബദാമും അണ്ടിപ്പരിപ്പും വെള്ളത്തിലിട്ട് കുതിർത്തി വെച്ചിട്ടുണ്ട് ഞാൻ. കൂടാതെ നെയ്യ്, പഞ്ചസാര, പാലാണ്, പാക്കറ്റ് പാലാണ് എടുത്തിട്ടുള്ളത്. ഇനി അട തിളപ്പിക്കാൻ വെള്ളം അടുപ്പത്ത് വെക്കണം. അതിന് ഞാൻ സ്റ്റൗ കത്തിക്കാൻ പോണം കേട്ടാ. ഇനി വെള്ളം തിളപ്പിക്കാൻ വെക്കാം കേട്ടാ. അട തിളപ്പിക്കാനുള്ള വെള്ളം അടുപ്പത്ത് വെച്ചു. ഇതൊന്ന് തിളയ്ക്കുമ്പോ അട ഇടണം. അപ്പൊ അതിന് മുമ്പ് ഒരു കാര്യം ചെയ്യാം. ബദാം തൊണ്ട് കളഞ്ഞെടുക്കാനുണ്ട്. അതിന്റെ തൊലി കളഞ്ഞിട്ട് വേണം എടുക്കാൻ. അത് കളയാം. ബദാമിന്റെ തൊലി കളയണം കേട്ടാ. ഞാൻ തൊലി കളഞ്ഞെടുത്തിട്ട് വേണം നമുക്ക് അണ്ടിപ്പരിപ്പും ബദാമും കൂടിയും കൂട്ടി അരച്ചെടുക്കണം പായസത്തിലേക്ക്. നിങ്ങൾ ഇങ്ങനെയാണ് വെക്കണ? അട വയ്ക്കുമ്പോ ഇങ്ങനെ വെക്കാറുണ്ടാ? ദിവസം വെച്ച് നോക്കണേ. അട ഇടാനുള്ള വെള്ളം തിളച്ചു കേട്ടാ. ഇനി നമുക്ക് അട ഇടാം. ഇതേപോലെ ഒരു തവി എടുത്തിട്ട്, അല്ലെങ്കിൽ ഗ്ലാസ്സായാലും കുഴപ്പമില്ല. ഈ തവിയിൽ നമ്മൊരു 3 തവി അട ഇടുന്നുണ്ട്. അടാ 3 തവി അട 300 ഗ്രാം ഉണ്ടാവും. ഇതിപ്പോൾ തിളച്ചിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ വാങ്ങാം. ഉടനെ തന്നെ വാങ്ങി ഊറ്റി വയ്ക്കാം. തീ ഓഫ് ചെയ്ത് ഇപ്പം ഇത് വാങ്ങി വയ്ക്കാൻ പോകണം. വാങ്ങി ഊറ്റി വയ്ക്കാം. ഇനിയിപ്പോൾ അട ഇറക്കി മാറ്റി അതിന് ശേഷം നമുക്ക് പാല് തിളപ്പിക്കാം. ഈ പാലാണ് എനിക്ക് കിട്ടിയിരുന്നത്. പശുവും പാല് കിട്ടിയില്ല, അതുകൊണ്ട് ഞാൻ പാക്കറ്റ് പാലാണ് വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ 2 ലിറ്റർ വാങ്ങിച്ചിട്ടുണ്ട്. 2 ലിറ്റർ തിളപ്പിക്കാൻ പോകാം കേട്ടോ. വെറുതെ ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. നന്നായിട്ട് തിളക്കണമെന്നില്ല. അടുപ്പത്ത് വെച്ച് ഇനിയിപ്പോൾ പാല് തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട്. നമുക്ക് ഏലക്കയും കൂടി 2 പഞ്ചസാരയും കൂടി എടുത്തിട്ടിട്ട് പൊടിച്ചെടുക്കാം കേട്ടോ. പായസത്തിന് കൂട്ടാനുള്ളതാണ്. സമയം കളയണ്ടല്ലോ. ഇത്രയും മതി. ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം കേട്ടോ. അത് ഇത്രയും പൊടിഞ്ഞാൽ മതി കേട്ടോ. ഇനി നമുക്ക് ഇപ്പൊ ഈ പാല് ഒന്ന് ചൂടായിട്ടുണ്ട് കേട്ടോ. ഇത് ഇനി അടുപ്പത്തുനിന്ന് വാങ്ങി മാറ്റി വെച്ചിട്ട് നമുക്ക് ഉരുളി അടുപ്പത്ത് വെക്കാം. പായസം ഉണ്ടാക്കാനുള്ള ഞാൻ ഉരുളി വെക്കാം കേട്ടോ. ഉരുളി അടുപ്പത്ത് വെക്കാൻ പോകാം. ചട്ടി ചൂടായിട്ടുണ്ട്. ഇനി നെയ്യ് ചട്ടിലേക്ക് ഒഴിക്കാം കേട്ടോ. 100 ഗ്രാം നെയ്യാണ് കേട്ടോ. അത് 100 ഗ്രാം നെയ്യിൽ കുറച്ച് ഞാൻ മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ളത് ഇങ്ങോട്ട് ഒഴിക്കുന്നുണ്ട് കേട്ടോ. ഊറ്റി വെച്ച അട ഇതിലേക്ക് ഇടാൻ പോകും. നെയ്യിലേക്ക് കേട്ടോ. അതിലേക്ക് നമുക്ക് പഞ്ചസാര ഇടാം. നമ്മുടെ എടുത്താൽ തവി തന്നെ 3 കരണ്ടി പഞ്ചസാര ഇടാം. ഇതിൻ്റെ ആവണ വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇനി ഇതിൽ നല്ലോണം ഈ പഞ്ചസാരയും പാലും കൂടെ പഞ്ചസാരയും അടയും കൂടെ നന്നായിട്ട് ജോയിൻ്റായി നല്ല രീതിയിൽ വെന്ത് വരട്ടെ കേട്ടോ. ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്തോ. അതിലൊന്നും പിടിക്കണ്ടല്ലോ. ഇടയ്ക്ക് ഇനി ഈ ബദാമും അണ്ടിപ്പരിപ്പും കൂടി ഒന്ന് അരച്ചെടുക്കണം. 50 ഗ്രാം ബദാമാണ് എടുത്തേക്കണത്. അണ്ടിപ്പരിപ്പ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അതും കൂടി കൂട്ടി അരച്ചെടുക്കാം കേട്ടോ. ഇത് പാല് ചേർത്ത് അരച്ചെടുക്കാമോ. ഇനി നമുക്ക് ഇതൊന്ന് വെന്തോന്നൊന്ന് നോക്കാം കേട്ടോ.
ഇത് ഒരുമാതിരി വെന്തെങ്കിൽ നമുക്ക് പാലൊഴിക്കാമല്ലോ. ആയിട്ടുണ്ട്. ഇനി പാലൊഴിക്കാം. പാലിൽ വെള്ളമൊന്നും ചേർത്തിട്ടില്ല. ഫുള്ള് 2 ലിറ്റർ പാല്, പാക്കറ്റ് പാല് വാങ്ങിച്ചത് അതേപോലെയാണ് ചേർക്കുന്നത്. വേണമെങ്കിൽ ഇത്തിരി കട്ടി കുറച്ച് വേണമെന്നുണ്ടെങ്കിൽ വെള്ളം ചേർക്കാം നമുക്ക്. പകുതി പാลุള്ള ഞാൻ ഒഴിക്കാൻ പോകുന്നുണ്ട് കേട്ടോ. നന്നായിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ. ഇതേപോലെ സൈഡിലൊക്കെ ഉള്ളത് ഇങ്ങനെ എടുത്തിട്ട് വേണം ഇളക്കി കൊടുക്കാം. അല്ലെ സൈഡിലൊക്കെ അടയൊക്കെ ഇങ്ങനെ ഇരിക്കും കേട്ടോ. അങ്ങനെ ഇരിക്കാതെ ഇളക്കി വൃത്തിയായിട്ട് ഇളക്കി കൊടുക്കാം. നിങ്ങളെല്ലാവരും ഇങ്ങനെയാണോ പായസം വയ്ക്കുന്നത്? എല്ലാവരും വ്യത്യാസം ഉണ്ടാവും അല്ലേ പായസം വയ്ക്കുന്ന രീതിയിലൊക്കെ. പലരും പല വിധത്തിലായിരിക്കും പായസം വയ്ക്കുക അല്ലേ. എന്നാൽ എല്ലാവർക്കും പാലട ഭയങ്കര ഇഷ്ടമായിരിക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ടാ പാലട. പാലട ഉണ്ടെങ്കിൽ ഞാൻ 2-3 ഗ്ലാസ് കുടിക്കും. ഇതിൽ കൂടെ ഒരു കാര്യം ചെയ്യാം. ത്രികോണ ഏലക്കയും പഞ്ചസാരയും പൊടിച്ചത് നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പം അതും കൂടി വെന്തോട്ടെ. ലാസ്റ്റ് കുറച്ച് ഇട്ട് കൊടുത്താൽ മതി, ഒരു മണത്തിന് മാത്രം കേട്ടോ. അപ്പം ഇത് ആകുമ്പോൾ കൂടി ടേസ്റ്റ് കൂടുതൽ കിട്ടും ഇങ്ങനെ കൂടി ചെയ്താൽ. എല്ലാവരും ഇത് തൊണ്ട് കളഞ്ഞ് കുരു മാത്രം എടുത്ത് പൊടിച്ചിടുന്നവരുണ്ട്. ഞാനും ചെയ്യാറുണ്ട്. ഞാനിപ്പോൾ അതൊന്നും ചെയ്തില്ല. ഏലക്കയും പഞ്ചസാരയും മാത്രം എടുത്ത് പൊടിച്ചിടുകയാണ് ചെയ്തത്. കുരു മാത്രം എടുത്ത് നമുക്ക് പൊടിച്ചിടാം കേട്ടോ. ഏലക്കാണെങ്കിൽ തൊണ്ട് കടിക്കുന്നത് ഇഷ്ടമില്ലാത്ത ആൾക്കാരുണ്ടാവും. അങ്ങനെയുള്ളവർക്ക് വേണമെങ്കിൽ നമുക്ക് കുരു മാത്രം എടുത്ത് ഇത് പൊടിച്ചിടാം. ഇല്ലേ നമുക്കൊരു കാര്യം ചെയ്യാം. ഇപ്പം അത്രയും പാല് 2 ലിറ്റർ പാലിന് അത്ര ഒഴിച്ചിട്ട് ബാക്കി ഇത്രയും പാലുണ്ട്. ഈ പാലും കൂടെ ഒഴിച്ചാലും അത് ശരിയാവുള്ളൂ കേട്ടോ. അപ്പം ഇതിങ്ങനെ ഇരിക്കണം. അപ്പം ഈ പാലും കൂടെ ഒഴിക്കണം. അതിനായിട്ട് പാല് കുറച്ചും കൂടെ ഒഴിക്കാം. എന്ന് കുറച്ച് ഞാൻ മാറ്റുന്നുണ്ട് കേട്ടോ. അണ്ടിപ്പരിപ്പും ബദാമും കൂടെ അരച്ച് വെച്ചിട്ടുണ്ട്. അത് കലക്കി ലാസ്റ്റ് ഇതിലേക്ക് നമുക്കൊന്ന് മേമ്പൊടിയായിട്ട് ഒഴിച്ചു കൊടുക്കണം. അത്രയും പാലിൽ നിന്ന് കുറച്ച് പാൽ ഇതിലേക്ക് ഒഴിച്ചു കണ്ടോ. ഒഴിച്ചിട്ട് ഇപ്പം അത് നന്നായിട്ടൊന്ന് കൂടി തിളച്ചൊന്ന് കുറുകി വന്നോട്ടെ കേട്ടോ. അതിനുശേഷം നമുക്ക് അണ്ടിപ്പരിപ്പും ബദാമും കൂടെ അരച്ച് വെച്ചിട്ടുണ്ട്. അതിൽ കൂടെ കുറച്ചുകൂടി പാല് കൂട്ടി കലക്കിയിട്ട് ഇതിൽ നമുക്ക് ലാസ്റ്റ് ഇതിൽ ഒഴിച്ചു കൊടുക്കാം. മേമ്പൊടിയായിട്ട് മേമ്പൊടി ചേർക്കൂലേ. കഷായമൊക്കെ കഴിക്കുമ്പോൾ നമുക്ക് മേമ്പൊടി ചേർക്കണം എന്ന് പറയും. എന്തിനാണ് അതൊരു ഗുണമെന്നാണ് പറയാം മേമ്പൊടി ചേർത്ത് കഴിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയുള്ള മേമ്പൊടിയായിട്ട് ഞാനിവിടെ കുറച്ച് ബദാമും അണ്ടിപ്പരിപ്പും ഒക്കെ അരച്ച് വെച്ചിട്ടുണ്ട്. പാലും എടുത്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് മിക്സ് ചെയ്ത് നമുക്ക് ലാസ്റ്റ് ഇറക്കാൻ നേരത്ത് ഒഴിച്ച് ഇറക്കാം കേട്ടോ. ഏലക്ക പൊടിച്ച് വെച്ചിട്ടുണ്ട്. ഏലക്ക മസാല വെച്ചിട്ടുണ്ട്. ബദാം ഒന്ന് ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. മുന്തിരി വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട്. അത് കഴുകി വാരിടണം. നെയ്യ് എടുത്ത് വെച്ചിട്ടുണ്ട്. അണ്ടിപ്പരിപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്. എല്ലാം നമുക്ക് ഇതിൽ ചേർക്കാനുള്ളതാണ്. തീ ഒന്ന് ചെറുതായിട്ട് കുറച്ച് കൊടുക്കാം കേട്ടോ. കുറച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു സംഭവമാണിത് ബദാമും അണ്ടിപ്പരിപ്പും. ബാക്കി പാൽ ഇതിലൊഴിച്ച് മിക്സ് ചെയ്ത് വെച്ചാണ് കേട്ടത്. ഇത് നമുക്ക് മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. പായസത്തിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം ഒന്ന്. അപ്പോൾ ഒന്നും കൂടി നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. കുടിച്ചാലും മതിയാവില്ല നമുക്ക്. നല്ല ടേസ്റ്റ് ആയിരിക്കും. കുടിച്ചൊന്ന് നോക്കിയേ. വേറെ അഭിപ്രായം പറയാ കുടിച്ചു നോക്കിയിട്ട്. അതിന് ശേഷം അതെ മുന്തിരി കിഴി വാരി വെച്ചേക്കണം കേട്ടോ. ഞാൻ വറുത്തൊന്നും ഇടുന്നില്ല. വറുത്തൊന്നും ഇടാതെയാണ് ഇടുന്നത്. വെറുതെ കിഴി വാരി വെച്ചേക്കണം മുന്തിരി ഉണ്ടാ. ഇങ്ങനെ ഒന്ന് ഇട്ട് കൊടുക്കാം. ചൂടുവെള്ളത്തിൽ കിഴി വാരി ഇത്തിരി നേരം വെള്ളം ഒഴിച്ചിട്ട് കിഴി ഇങ്ങനെ വാരി എടുത്താൽ അതിൻ്റെ അഴുക്കൊക്കെ പോവും. ഫ്രഷായി കിട്ടും. അണ്ടിപ്പരിപ്പ് ഇതേപോലെ കഴുകി ഇടാം. ഇത്തിരി അധികമൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കഴിക്കുകയും ചെയ്യാം. പായസം കുടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റും കിട്ടും കേട്ടോ. ഇങ്ങനെ കുറച്ച് അധികമായാലും കുഴപ്പമൊന്നുമില്ല. നമ്മുടെ വയറ്റിലേക്ക് പോകുന്ന സാധനമല്ലേ. കുട്ടികളൊക്കെ നന്നായിരിക്കും. അവർക്ക് ഇഷ്ടപ്പെടുകയും ചെയ്യും. പിന്നെ അതേ ബദാം പൊടിച്ച് വെച്ചേക്കണതാണ്. അത് ഇത്തിരി ഒക്കെ ഇട്ട് കൊടുക്കാം. ഇപ്പൊ നിങ്ങൾക്ക് എന്താ തോന്നല്ലേ നല്ല രസം ഉണ്ടാവുന്നത്? കുടിച്ച കൊതി മാറുമോ? അതിനുശേഷം ഏലക്ക ഇതിലെല്ലാം ആഡ് ചെയ്തിട്ടുണ്ട്. എന്നാലും ലേശം കൂടിയും ഏലക്കപ്പൊടി നമുക്ക് വെതറി കൊടുക്കാം കേട്ടോ. കുറച്ച് വെതറിയാൽ മതി. ആവശ്യത്തിനുള്ള ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പം അട വേവിച്ചപ്പോൾ തന്നെ ഏലക്കപ്പൊടി ഇട്ടിട്ടാണ് വേവിച്ചത്. നല്ല രസം പിടിക്കാൻ വേണ്ടി. ബാക്കി 100 ഗ്രാം നെയ്യിന്ന് അത്രയും നെയ്യ് ഞാൻ ഇതിൽ അട വറക്കാൻ വേണ്ടി ഇട്ടിരുന്നു. ബാക്കിയുള്ള നെയ്യ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഞാനിത് പായസം പാകമായി. പായസത്തിൽ എടുത്ത് കുടിക്കാൻ പോകണം കേട്ടോ. എന്താ കുടിക്കാൻ പോണേ? എല്ലാവർക്കും സമ്മതമല്ലേ ഞാൻ കുടിക്കുന്നത്? നോക്കിയേ. ആദ്യം തന്നെ ഒരു അണ്ടിപ്പരിപ്പ് എടുത്തും കഴിഞ്ഞിട്ട് ഇങ്ങനെ വായിലേക്ക് വെക്കാം.
നല്ല രസം, നല്ല ചൂടുണ്ട്, ഉപ്പായിട്ടുണ്ട്. കുടിച്ച കൊതി മാറില്ല കേട്ടാ. ചൂടൊന്നും നോക്കൂല, നമുക്ക് വേഗം കുടിക്കാൻ തോന്നും. ഭയങ്കര ടേസ്റ്റ്. വെറുതെ പറയണല്ല കേട്ടാ, ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് ഞാൻ വെറുതെ പറയാമെന്ന് വിചാരിക്കണ്ട. നല്ല ടേസ്റ്റ് ഉണ്ട്, കുടിച്ചു നോക്കിയേ. ഇതിങ്ങനെ കുടിക്കുന്നതല്ല, സമാധാനത്തിൽ നിന്ന് കുടിക്കണം, എന്നാലും ഫുള്ളും കുടിക്കാൻ പറ്റുള്ളൂ. അടിപൊളി, സൂപ്പർ. എല്ലാവരും ഇതേപോലെ പായസം വെക്കുക, കുടിക്കുക. അപ്പോൾ ഇന്നത്തെ വിഭവം ഇവിടെ കഴിഞ്ഞു. ഇനി അടുത്ത വീഡിയോ കാണുന്നത് വരെ ബൈ ബൈ. നല്ലൊരു വിഭവമായിട്ട് അടുത്ത വീഡിയോ കാണാം കേട്ടോ. അയ്യോ, അങ്ങനെ ഫസ്റ്റ് വീഡിയോ അടിപൊളിയായി വിശ്വസിക്കുന്നു. ശരിക്കും ടേസ്റ്റ് ഉണ്ടോ? സൂപ്പർ ടേസ്റ്റ്. നോക്കട്ടെ. അടിപൊളി അടിപൊളി. ബദാമിന്റെ ഒക്കെ പായസം കുടിച്ചിട്ടുണ്ടോ? അമ്മ അത്ര നല്ല അടിപൊളി പായസം ഉണ്ടാക്കില്ലേ? പിന്നെ സൂപ്പർ. കമന്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ.